ഹായ് ഫ്രണ്ട്സ്, മാങ്കുളം ട്രിപ്പിൻ്റെ ഒരു ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ മൂന്നാർ ലക്ഷ്യമാക്കി ഒരു യാത്ര പുറപ്പെട്ടതാണ്. അപ്പോൾ കൂടെയുള്ള ഒരാളിന് പൂൾ വില്ലയും മറ്റും വേണമെന്നുള്ളൊരാഗ്രഹം. അങ്ങനെ ഞങ്ങൾക്കത് കിട്ടിയത് മാങ്കുളത്താണ്. അങ്ങനെ മാങ്കുളം ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തിരിച്ചാണ്. ഞങ്ങൾ സഹപ്രവർത്തകരെല്ലാം കൂടെ ചേർന്നാണ് കോട്ടയം വഴിയാണ് യാത്ര പോയത്. കാരണം കോട്ടയത്ത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിനെയും കൂട്ടിക്കൊണ്ടാണ് യാത്ര പോകുന്നത്. അന്നേരം പോകുന്ന വഴി തന്നെ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. ചെറുതായിട്ട് മഴ പെയ്തെങ്കിലും അതുകൊണ്ടായിരിക്കാം നല്ല കോടയൊക്കെ ചെറുതായിട്ട് ഇറങ്ങി നിൽപ്പുണ്ട്. അങ്ങനെ പോകുന്ന വഴി കണ്ട ഒരു വ്യൂ പോയിൻ്റാണിത് കേട്ടോ. നെയ്യാശ്ശേരി എന്നാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത്. കറക്റ്റായിട്ട് വ്യൂ പോയിൻ്റ് ഏതാണെന്നൊന്നും അറിയില്ല. അധികം ആളുകളൊന്നും അവിടെ ഇറങ്ങുന്നുമില്ല. അങ്ങനെ കുറേ നേരം അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നു. കുറച്ച് അകലെയാണെങ്കിലും ഒരു ക്ലൗഡ് ബെഡ് പോലെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ആദ്യത്തെ ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് യാത്ര വീണ്ടും തുടരുകയാണ്. സത്യത്തിൽ മൂന്നാറിൽ നിന്നും 28 കിലോമീറ്റർ അകലെയാണ് ഈ മാങ്കുളം എന്ന് പറയുന്ന ഗ്രാമമുള്ളത്. വളരെ ഭംഗിയുള്ള ഒരു ഗ്രാമമാണ്. വ്യൂ പോയിൻറ്റുകളും വാട്ടർഫാളുകളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അങ്ങനെ ഞങ്ങൾ മാങ്കുളം ടൗണിലെത്തി. ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ടൗണിൽ നിന്നും 15 കിലോമീറ്റർ അകലെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളുടെ സ്റ്റേ. അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ വ്യൂ അല്ല, എന്നാലും കോടയൊക്കെ ഇറങ്ങി വരുന്ന നല്ല ക്ലൈമറ്റ് ഉള്ളൊരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലുള്ള ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ പൂൾ വില്ല എന്ന് പറയുമ്പോൾ പുറത്ത്, ഈ വീടിന് പുറത്താണ് ഒരു പൂള് പോലൊരു സെറ്റപ്പ് എന്ന് വേണം പറയാൻ. ചെറിയൊരു സെറ്റപ്പാണ്, നിങ്ങൾക്ക് കാണാം. നമുക്ക് അരയ്ക്ക് ഒപ്പം മാത്രമാണ് വെള്ളമുള്ളത്. അന്നേരം ചെറിയൊരു സംവിധാനം മാത്രമാണ്. പക്ഷേ അവർക്ക് ഞങ്ങളിൽ നിന്ന് മേടിച്ചത് വലിയൊരു തുകയാണ് കേട്ടോ. ഏതായാലും ഞങ്ങൾ പൂളിലിറങ്ങി അവിടെ നിന്ന് കട്ടൻ ചായയൊക്കെ കുടിച്ച് നല്ലൊരു വൈബായിരുന്നു. അത് ഉള്ളത് കൊണ്ട് നമ്മൾ ആഘോഷിച്ചു. ഈ പൂളിനടിയിൽ നിന്നും ഈ സ്ലോ മോഷനിൽ പൊങ്ങി വന്ന് കട്ടൻ ചായ എടുത്ത് കുടിക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. ലാലേട്ടനെ ഒന്ന് അനുകരിച്ചാൽ പാളിപ്പോയി. അങ്ങനെ പൂളിലെ കുളിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ്. BDF തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹമാണ് പാചകം ചെയ്യുന്നത്. പാചകത്തിൻ്റെ ഹരിശ്രീ അറിയത്തില്ലെങ്കിലും ജെറോയെ കുറ്റം പറഞ്ഞ് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. ഈ സ്റ്റേ എടുക്കുന്നവർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളതാണ് ഈ കിച്ചൺ ഏരിയ. 8500 രൂപയാണ് ഞങ്ങൾക്ക് ഈ സ്റ്റേക്ക് മേടിച്ചത് കേട്ടോ. പൂളില്ല എന്നൊക്കെ പേരിലാണ് ഈ പറഞ്ഞ തുകയൊക്കെ മേടിച്ചത്. അതൊക്കെ വളരെ കൂടുതലാണ്. എന്നാലും കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ടു. അങ്ങനെ പാചകമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു തുടങ്ങി. അപ്പോഴാണ് ഒരാശയം, അടുത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ ഒന്ന് പോയി കാണാം. അതായത് ഈ റൂമിൻ്റെ തൊട്ട് മുകളിലാണ്. അവിടെ പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടതാണ്. നല്ല ഇരുട്ട് വീണ് തുടങ്ങി ആ സമയത്ത്. അങ്ങനെ അപ്പോഴാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. അങ്ങനെ എൻ്റെ അടുത്തുള്ള ഒരു സ്റ്റേ ഒക്കെ കണ്ടിട്ട് ഇവിടുന്ന് ഇതിൻ്റെ ബേസിലെത്തി. ഇവിടുന്ന് മുകളിലേക്ക്, ഈ റോഡ് നേരെ മുകളിലേക്കും ഇവിടുന്ന് വലത്തേക്കും കയറാൻ പറ്റും, ഈ വഴിയും കയറാൻ പറ്റും. അങ്ങനെ ഈ വഴിയാണ് ഞങ്ങൾ നടന്ന് മുകളിലേക്ക് കയറി. മുകളിലോട്ട് കയറി വരുമ്പോൾ നല്ല വ്യൂ ആണ് താഴോട്ട് നോക്കിയപ്പോൾ. വൈകാതെ തന്നെ നല്ല ഇരുട്ട് വീണ് തുടങ്ങി. പരസ്പരന്മാരെയും കാണാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. വലുതായിട്ട് ആരും അങ്ങനെ കയറാത്തൊരു ഭാഗമാണ് ഇതൊക്കെ. അന്നേരം ഇവിടെ കയറാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല. ഏതായാലും തിരിച്ചിറങ്ങിയത് തന്നെ വലിയ ഒരു പാടാണ്. കാരണം നല്ല ഇരുട്ടായി, പലപ്പോഴും സ്ലിപ്പായി തുടങ്ങിയിരുന്നു ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക്. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് കാറിൽ കയറി റൂമിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയൊക്കെ കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല ഫോറസ്റ്റ് ഒരു വൈബാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ അവസാനം റൂമിലെത്തി. അവിടുന്ന് ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങി. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല വിശപ്പും ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നാളെ രാവിലെ പിന്നെ
റൂം വെക്കേറ്റ് ചെയ്തിട്ട് മാങ്കുളം ഭാഗങ്ങൾ കറങ്ങാം എന്നാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. നന്ദി. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.